കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാല വിസിമാരെ ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കി. വിസി നിയമനത്തിൽ UGC ചട്ടം പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഓപ്പൺ വിസിമാരുടെ കാര്യത്തിൽ UGCയുടെ അഭിപ്രായവും തേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാലകളുടെ വിസിമാരെ പുറത്താക്കിക്കൊണ്ടാണ് ഗവർണർ ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. നമുക്കറിയാം, 4 വിസിമാർക്കായുള്ള ഹിയറിംഗ് ഉൾപ്പെടെ രാജ്ഭവനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞതാണ്. അവസാനമായിട്ടാണ് ഈ കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാലകളിലെ വിസിമാരെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് സംബന്ധിക്കുന്ന ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ 11 സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഒരു രൂക്ഷമായിട്ടൊരു നേർക്കുനേരുള്ള പോരിലേക്ക് കടന്നത്. ഇതിൽ 2 വിസിമാരെ പുറത്താക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വിസിമാര് ഒഴിഞ്ഞു പോവുകയോ കാലാവധി അവസാനിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് കാലിക്കറ്റ് സംസ്കൃതം ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല, ഈ 4 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് കേസ് പോകുന്നു. ഹൈക്കോടതിയിലേക്ക് കേസ് പോകുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഗവർണറോട് അറിയിക്കുന്നു, ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഹിയറിംഗിലൂടെ പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ UGC ചട്ടപ്രകാരമല്ല വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിൽ അധികാരപരിധി അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടായിരിക്കുമെന്നുള്ളൊരു കാര്യം ഹൈക്കോടതി അറിയിച്ചിരുന്നു. തുടർന്നാണ് ഈ വൈസ് ചാൻസലർമാരെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ഹിയറിംഗ് നടത്തുകയും ചെയ്തത്. പക്ഷേ ഇതിൽ 2 വൈസ് ചാൻസലർമാർ നേരിട്ടെത്തിയിരുന്നില്ല, ഓൺലൈനിലൂടെയാണ് ഹിയറിംഗിൽ പങ്കെടുത്തത്. ഈ ഹിയറിംഗ് നടന്ന അന്ന് വൈകുന്നേരം തന്നെ ഈ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. ഈ രാജി ഗവർണർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഓപ്പൺ സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ രാജിയുമായി ബന്ധപ്പെട്ട് UGCയുടെ വിദഗ്ധ അഭിപ്രായം തേടിയിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരുടെ നിയമനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ അനധികൃതമായ നിയമനം അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ഇവരെ പുറത്താക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഗവർണർ കടക്കും. ഈ സർവകലാശാല നിയമം അല്ലെങ്കിൽ സർവകലാശാല VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോരാണ് ഗവർണറും സംസ്ഥാന സർക്കാരുമായി നടന്നിട്ടുള്ളത്. ഗവർണറുടെ പല ഘട്ടങ്ങളിൽ ഗവർണറും സംസ്ഥാന സർക്കാരും നേർക്കുനേർ വരുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിനിടയിലാണ് ആരോഗ്യ സർവകലാശാലയിലും അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാലയിലെയും വിസിമാരുടെ നിയമനം UGC ചട്ടപ്രകാരമല്ല എന്ന് കണ്ടെത്തുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഈ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഓപ്പൺ സർവകലാശാല VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു ഓപ്പൺ സർവകലാശാല ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിന് അത്തരത്തിലൊരു VCയെ നിയമിക്കാനുള്ള അധികാര പരിധി ഉണ്ട്. ആ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടാണ് ഓപ്പൺ സർവകലാശാല VCയെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇനി എന്തെങ്കിലും നിയമസാധ്യത സർക്കാരിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഗവർണറിന് അതിൽ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് UGCയുടെ വിദഗ്ധ അഭിപ്രായം തേടുന്നത്. ഒരുപക്ഷെ ഈ VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ആ സാധ്യതയിലാണ് UGC പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ 2 സർവകലാശാല വിസിമാരെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്കാണ് ഗവർണർ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരും ദിവസങ്ങളിൽ രാജ്ഭവൻ പുറപ്പെടുവിപ്പിക്കും. ഈ 2 കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാലയിലെ വിസിമാരുടെയും നിയമനങ്ങൾ UGC ചട്ടപ്രകാരമല്ല എന്നാണ് ഹിയറിംഗിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് 11 സർവകലാശാലകളിലെ സംസ്ഥാനത്തെ 11 സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാരും അതുപോലെ ഗവർണറുമായിട്ടൊരു വലിയ വിഷയം ഉന്നയിക്കുന്നത്. അതിലിപ്പോൾ ഏറ്റവും അവസാനത്തെ ഘട്ടങ്ങൾ എത്തിയിരിക്കുകയാണ്. 2 വിസിമാരെ പുറത്താക്കിക്കൊണ്ട് ഗവർണർ തീരുമാനമെടുക്കുന്നത്. ഗവർണർ എടുത്തത് അതിശക്തമായ ഒരു തീരുമാനം തന്നെയാണ്. ഒരു ചാൻസലറിന് ഒരു ചാൻസലറിന് സർവകലാശാലകളുള്ള അധികാര പരിധിയെ പറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ എങ്ങനെയാണ് ഒരു ചാൻസലർ സർവകലാശാലകളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു ശക്തമായ ഒരു തീരുമാനത്തിലേക്കാണ് ഗവർണർ എന്തായാലും
കടന്നിട്ടുള്ളത്. ഇനിയുള്ളത് ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളുടെ വിസിമാരുടെ കാര്യമാണ്. അത് ഇനിയിപ്പോൾ പക്ഷേ UGCയുടെ വിദഗ്ധ അഭിപ്രായത്തിന് ശേഷം അതിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലായതായാലും ഈ 11 സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം അന്തിമമായി നിൽക്കുന്നതായിരുന്നു ഈ 4 സർവകലാശാലകൾ. ഈ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട, അതായത് കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാലയിൽ നിന്നും പുറത്താക്കപ്പെട്ട വിസിമാർക്ക് പകരം പുതിയ വിസിയെ നിയമിക്കുന്ന തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ളൊരു തീരുമാനവും ഉണ്ടാകിയേക്കും. എന്തായാലും സംസ്ഥാന സർക്കാരിനേറ്റ വലിയൊരു അടിയാണ് ഈ സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഗവർണറുടെ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഗവർണറുമായിട്ടും ഒക്കെ വലിയൊരു വിഷയങ്ങൾ നടന്ന ഒരു ഘട്ടമായിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്ന അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ UGC ചട്ടപ്രകാരമാണ് ഇത്തരത്തിൽ വിസിമാരെ നിയമിച്ചത് എന്നായിരുന്നു അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതൊക്കെ തെറ്റാണ് എന്ന് തെളിയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് പറയും. ഇനി എന്തായാലും 2 സർവകലാശാല വിസിമാരുടെ കാര്യത്തിൽ മാത്രമാണ് നിലവിലൊരു ആശയക്കുഴപ്പമുള്ളത്. അത് UGCയിലെ വിദഗ്ധ അഭിപ്രായം തേടിയതിനു ശേഷം അതിലും ഗവർണർ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നിലവിൽ സംസ്ഥാനത്തിലെ വിവിധ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. നമുക്കറിയാം, വെറ്റിനറി സർവകലാശാലയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കേരള സർവകലാശാലയിലെ ലോഗോ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ വളരെയധികം ഗുരുതരമായ വിഷയങ്ങൾ ഉയർന്നു വരുന്നു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായ ഒരു പ്രതികരണം സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇപ്പോഴും മൗനം പാലിക്കുന്ന ഒരു നിലപാടിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഘട്ടത്തിൽ ഗവർണറുടെ ഇത്തരം നിലപാട് അല്ലെങ്കിൽ ശക്തമായ തീരുമാനം നിർണായകമാവുകയല്ലേ? തീർച്ചയായും സംസ്ഥാന സർക്കാരിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും സംബന്ധിച്ചിടത്തോളം ഗവർണർ എടുത്ത ഈ ഒരു ശക്തമായ നിലപാട് സർക്കാരിനെ ഒരു തരത്തിലെങ്കിലും ബാധിക്കുന്നതാണെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഈ കണ്ണൂർ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഗവർണറിനോട് സമ്മർദ്ദം ചെലുത്തിയിരുന്നത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമാണ്. മുഖ്യമന്ത്രിയുടെ പ്രതിനിധി, അതായത് മുഖ്യമന്ത്രിയുടെ പ്രതിനിധികളാണ് രാജ്ഭവനിൽ പോവുകയും കണ്ണൂർ സർവകലാശാല വിസിയെ നിയമിക്കണം, അതായത് പ്രായപരിധി കഴിഞ്ഞ വിസിയെ നിയമിക്കണമെന്ന് സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഗവർണർ ആ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗവർണറെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത്തരത്തിലൊരു നിയമനത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ കടന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിയമനങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണെന്നുള്ള കാര്യം ഗവർണർ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഗവർണർ പുറത്തുവിടുന്നത്. അതോടെയാണ് ഗവർണറും ഈ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഭരണപക്ഷ സംഘടനയായ CPM അനുകൂലികളായ SFI സംഘടനകൾ ഉൾപ്പെടെ ഗവർണർക്കെതിരെ ശക്തമായ രീതിയിലുള്ള സമരം, അതുപോലെ ഗവർണർക്കെതിരെ ഒരു പ്രതിരോധമൊക്കെ തീർക്കാൻ തുടങ്ങിയതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു പ്രതിഷേധമൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു 4 വർഷക്കാലം, ഏതാണ്ട് 2020 തുടങ്ങിയ 4 വർഷക്കാലം സംസ്ഥാന സർക്കാരും ഗവർണറുമായിട്ടൊക്കെ നിന്ന വലിയ രീതിയിലുള്ള ഒരു വലിയ പോരിന് തുടക്കം കുറിക്കുന്നത് തന്നെ സർവകലാശാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അവസാനം തന്നെ ഈ സർവകലാശാല അധികാര പരിധികൾ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് എടുത്തു മാറ്റുള്ള നിയമം കൊണ്ടുവരാനൊക്കെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇത്തരം ശ്രമങ്ങളൊക്കെ പാളിപ്പോയ നിമിഷം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം VC നിയമനങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള VC നിയമനങ്ങൾ UGC ചട്ടം ലംഘിച്ചുകൊണ്ടാണെന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിരോധം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഈ വിഷയങ്ങളിലൊന്നും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെ. കാരണം അവരുടെ ഭാഗത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങളെല്ലാം ചട്ടവിരുദ്ധമായിട്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന നയത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നുള്ള തെളിവ്, അത്തരത്തിലുള്ള തെളിവ് തന്നെയാണ് ഇന്നത്തോടു കൂടിയും പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടി തന്നെയാണ്. വ്യക്തമാണ്. കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാല വിസിമാരെ ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കിയിരിക്കുന്നു. VC നിയമനത്തിൽ UGC ചട്ടം പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും. ഒപ്പം തന്നെ ഡിജിറ്റൽ ഓപ്പൺ വിസിമാരുടെ കാര്യത്തിൽ UGCയുടെ അഭിപ്രായവും തേടിയിട്ടുണ്ട്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.